ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു ബ്രേക്കായി പോയി. ആ ബ്രേക്ക് എന്ന് പറയുന്നത് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളല്ല, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് ബിസിയായി പോയത് കൊണ്ടാണ് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. മത്സരങ്ങളൊന്നും തന്നെ കാണാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം അതുപോലെ കുറച്ച് കാര്യങ്ങളിൽ ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളായിരുന്നു. ഒന്നുമല്ല, നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു പുതിയ ലീഗ് ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വർഷം, കേരള ക്രിക്കറ്റ് ലീഗ് എന്നുള്ള പേരിൽ. അത് ഈ വർഷവും നടക്കാൻ പോവുകയാണ്. അത് ഓഗസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള കുറേ പ്രിപ്പറേഷൻസ്, ഞാനതിൽ ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ടീമിൻ്റെ ഹെഡ് കോച്ചാണ്. കഴിഞ്ഞ വർഷം അതിൻ്റെ ബാറ്റിംഗ് കോച്ചായിരുന്നു, ഈ വർഷം അതിൻ്റെ ഹെഡ് കോച്ചായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷനായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഈ ജൂലൈ 5-ാം തീയതി ആയിരുന്നു ഓപ്ഷൻ. അപ്പോൾ ആ ലേലത്തിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഇന്ത്യയും അല്ലെങ്കിൽ അതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന മത്സരങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു അവലോകനം ചെയ്യാൻ സാധിക്കാതെയും പോയി. ഏതായാലും ഈ KCL എന്ന് പറയുന്ന ലീഗിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അവലോകനം നമ്മൾ ചെയ്യുന്നതാണ്. അതിനു മുമ്പ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3ാമത്തെ ടെസ്റ്റ് മത്സരത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവലോകനമാണ്. ഇതിനു മുമ്പുള്ള 2 ടെസ്റ്റ് മത്സരങ്ങളിൽ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുകയും ഇന്ത്യ ജയിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ആദ്യ ടെസ്റ്റ് മത്സരത്തിൻ്റെ ആ ഒരു തുടക്ക ദിവസത്തിൽ നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതിന് ഞാൻ തുടക്കത്തിൽ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ഷമ ചോദിച്ചത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് 3ാമത്തെ ടെസ്റ്റ് മത്സരമാണ്. ഈ പരമ്പര നല്ല ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കാരണം 1-1 എന്ന നിലയിലാണ് പരമ്പര നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു മത്സരത്തിൽ ആരാണോ ജയിക്കാൻ പോകുന്നത് അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 2-1 എന്നുള്ള ഒരു നിലയിലേക്കാവും. അപ്പോൾ അതുകൊണ്ട് ഈ മത്സരം നടക്കാൻ പോകുന്നത് ലോർഡ്സാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ആ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകതകൾ, ആ പിച്ചിൻ്റെ കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഇരു ടീമുകളുടെയും കോമ്പിനേഷൻസ് എങ്ങനെയായിരിക്കും, പിന്നെ നമ്മുടെ ഫാൻറ്റസി പിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ മത്സരം നടക്കാൻ പോകുന്നത് ലോക ക്രിക്കറ്റിൻ്റെ തന്നെ മെക്ക എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ലോർഡ്സിൽ വെച്ചിട്ടാണ്. ലോർഡ്സിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകൾക്ക് മുന്നേ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ മത്സരം നടന്നത്. അതിൽ സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ട് ആ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ടെസ്റ്റ് മത്സരം ലോർഡ്സിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ആ ഒരു പിച്ചിൻ്റെ പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോർഡ്സിലെ ഒരു പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഈ റെഡ് ബോൾ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസം ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമല്ല ലോർഡ്സിലേത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം ആകുമ്പോഴും ഏകദേശമൊക്കെ ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും ഒട്ടും ഈസിയല്ല. 3ാമത്തെ ദിവസം പക്ഷേ കുറച്ചും കൂടെ ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് മാറുന്ന സ്ഥിതിയാണ് കാണാറുള്ളത്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും സ്പിന്നർമാർക്ക് അനുകൂലമാവുമെങ്കിലും, കുറച്ചൊക്കെ സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കണ്ടീഷൻസിലേക്ക് മാറുമെങ്കിൽ പോലും ബാറ്റർമാർക്ക് അപ്പോൾ നല്ലപോലെ ബാറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു സ്കോറൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു. ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത് 212 റൺസ് എന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിലാണ് അവർ ഓൾ ഔട്ട് ആയത്. തിരിച്ച് ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. 138 റൺസിന് സൗത്ത് ആഫ്രിക്കയും പുറത്താവുകയായിരുന്നു. വീണ്ടും 3ാമത്തെ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാനെത്തിയ ഓസ്ട്രേലിയ 207 റൺസിന് ഓൾ ഔട്ട് ആവുകയും അവസാനത്തെ ഇന്നിംഗ്സിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിരുന്ന 282 റൺസാണ്. അത് അവർ 5 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ചേസ് ചെയ്യുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതാണ് ലോർഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആദ്യ 2 ദിവസങ്ങളിൽ ബാറ്റിംഗ് ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെ ടോസ് ജയിക്കുന്ന ടീം ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ടായിരിക്കും തീരുമാനിക്കുക. എസ്പെഷ്യലി ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ കുറച്ചും കൂടെ ബൗളർമാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാറ്റർമാർക്ക് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കണ്ടീഷനല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു പിച്ചിൽ ഡെഫിനറ്റ് ആയിട്ടും ബൗളർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരിക്കും ഒരുക്കാനായിട്ട് സാധ്യത എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിനു മുമ്പുള്ള 2 ടെസ്റ്റ് മത്സരങ്ങളിലും അവർ പയറ്റിയ ഒരു രീതി മാറ്റിക്കൊണ്ട് അവർ കുറച്ചും കൂടെ ഒരു നല്ല ബൗളർമാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പിച്ച് ഒരുക്കും. കാരണം ആദ്യ മത്സരത്തിലും 2ാം മത്സരത്തിലും ബാറ്റർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പിച്ചിൽ പെട്ടെന്ന് സ്കോർ ചെയ്ത് ഇന്ത്യയെ ഒതുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് പക്ഷേ 2ാമത്തെ ടെസ്റ്റ് ആയപ്പോഴേക്കും അതിന് മറുപടി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ശുഭ്മാൻ ഗില്ലിൻ്റെയൊക്കെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനത്തിന്റെ മികവിൽ അതിന് നല്ല തക്കതായ ഒരു മറുപടി ഇന്ത്യ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലെയുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പിച്ച് ഒരുക്കി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാമെന്നുള്ള തന്ത്രമായിരിക്കില്ല അവർ പയറ്റാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലോർഡ്സിൽ നല്ലൊരു ബൗളിംഗ് കണ്ടീഷൻ ആയിരിക്കും, ഒപ്പം തന്നെ നല്ലൊരു സീമർമാർക്ക് അനുകൂലമായിട്ടുള്ളൊരു പിച്ചായിരിക്കും ഒതുക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം അതാണ്.
ഇനി നമുക്ക് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ 11 ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ യശസ്വി ജയ്സ്വാളും KL രാഹുലും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക. യശസ്വി ജയ്സ്വാൾ മിന്നുന്ന ഫോമിലാണ്. 2 മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. കരുൺ നായരെ തന്നെ ഈ മത്സരത്തിൽ നിലനിർത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശുഭ്മാൻ ഗില്ലിന്റെ കാര്യം പറയേണ്ടതില്ല. ക്യാപ്റ്റൻ ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഈ 2 ടെസ്റ്റിലെ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് മികച്ചതായിരുന്നു. കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ മാത്രം 400-ൽ കൂടുതൽ റൺസ് സ്കോർ ചെയ്യാനായിട്ട് ശുഭ്മാൻ ഗില്ലിന് സാധിച്ചിരുന്നു. ക്യാപ്റ്റൻ ആവുമ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൂടുതൽ നന്നാകുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി നമ്പർ 5 പൊസിഷനിലേക്ക് വരുമ്പോൾ ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത് മികച്ച ഫോമിലാണ്. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നമ്പർ 6 പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയെ നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറായിട്ട് അദ്ദേഹത്തിനെ തന്നെ ടീമിൽ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്പർ 7 പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജ തന്നെയായിരിക്കും സ്പിന്നർ. കാരണം അത് ഇന്ത്യക്ക് ബാറ്റിംഗിന് ഡെപ്ത് നൽകുന്നു. കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. ശുഭ്മാൻ ഗില്ലും രവീന്ദ്ര ജഡേജയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ക്രൂഷ്യലായി എന്നുള്ളതാണ്. നമ്പർ 8 പൊസിഷനിലേക്ക് വരുമ്പോഴാണ് അവിടെ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കുമോ കളിക്കാൻ പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദർ ആയിരുന്നു. ഈ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇതൊരു ഒരു ഫാസ്റ്റ് ബോളിങ്ങിന് അനുകൂലമായിട്ടുള്ള പിച്ചാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാതെ ഒരേ ഒരു സ്പിന്നറിനെ വെച്ചായിരിക്കുമോ ഇന്ത്യ കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സംശയം. അങ്ങനെയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ കളിക്കുന്ന നിലയിൽ ആ ഒരു പൊസിഷനിൽ പ്രസിദ്ധ് കൃഷ്ണയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ ആകാശ് ദീപാണ്. മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഇത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പിച്ചിൽ 10 വിക്കറ്റ് നേട്ടം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സ്വിംഗ് ബൗളിംഗ് ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മികവ് എന്ന് പറയുന്നത്. ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബൗളർമാരെല്ലാം ബോൾ നന്നായിട്ട് സ്വിംഗ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. അവർ സ്പീഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ബൗളർമാർക്ക് നല്ല സ്വിംഗ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് ഒരു മേൽക്കൈ നേടാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് നല്ല ഒരു ബൗളിംഗ് പ്രകടനമാണ് കഴിഞ്ഞ ടെസ്റ്റ് മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ബൗളറാണ് മുഹമ്മദ് സിറാജ്. അദ്ദേഹം ഉണ്ടായിരിക്കും. അവസാനം നമ്പർ 11 പൊസിഷനിൽ ജസ്പ്രീത് ബുംറ തിരിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കൂടെ വരികയാണെങ്കിൽ ഒരു എക്സലന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും. ഒരു നല്ല ഒരു ഫാസ്റ്റ് ബോളിംഗ് ട്രാക്ക് ഒരുക്കുകയാണെങ്കിൽ അത് ഇംഗ്ലണ്ടിന് തിരിച്ചടി ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലണ്ട് നിരയിലേക്ക് വരുമ്പോൾ അവിടെ ബെൻ ഡക്കറ്റും സാക് ക്രോളിയും തന്നെയായിരിക്കും ആ ഒരു ഓപ്പണിംഗ് സ്പോട്ടിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്പർ 3 പൊസിഷനിൽ ഒലി പോപ്പിനെ തന്നെ പരീക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്നു. നമ്പർ 4 പൊസിഷനിലേക്ക് വരുമ്പോൾ ജോ റൂട്ടിന്റെ പ്രകടനമാണ് അവർക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. നമ്പർ 5 പൊസിഷനിൽ വരുമ്പോൾ ഹാരി ബ്രൂക്ക് ആണ്. ഹാരി ബ്രൂക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് റൺസ് കണ്ടെത്തുന്ന ഒരു താരമാണെന്ന് നമുക്കറിയാം. നമ്പർ 6 പൊസിഷനിൽ ബെൻ സ്റ്റോക്സ് ആണ്. അദ്ദേഹം ബോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബോളിൽ എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കുറേ വേരിയേഷൻസ് അല്ലെങ്കിൽ ബോൾ എന്തൊക്കെയോ സ്വിംഗ് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ ഒരു മികവ് ബാറ്റിങ്ങിൽ അദ്ദേഹത്തിന് പുലർത്താനായിട്ട് സാധിക്കുന്നില്ല. നമ്പർ 7 പൊസിഷനിൽ അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ടുള്ള ജാമി സ്മിത്ത് ആയിരിക്കും. നല്ല ബാറ്ററാണെന്ന് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചു തന്നിരുന്നു. നല്ല ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു സ്മിത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. നമ്പർ 8 പൊസിഷനിൽ ക്രിസ് വോക്സിനെ തന്നെ ഉപയോഗിക്കും. കാരണം ബോൾ നല്ലോണം മൂവ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു മൂവ്മെന്റ് കിട്ടുന്ന ഒരു ബൗളറാണ്. നമ്പർ 9 പൊസിഷനിലേക്ക് വരുമ്പോൾ ബ്രൈഡൻ കാസിനെ തന്നെ പരീക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്പർ 10 പൊസിഷനിൽ ജോഫ്ര ആർച്ചർ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജോഷ് ടങ്ങിന് അവസരം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജോഫ്ര ആർച്ചറിനെ ഈ മത്സരത്തിൽ എന്തായാലും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹം നല്ലപോലെ ആ ഒരു ബോൾ സ്വിംഗ് ചെയ്യിക്കാനും നല്ല ബൗൺസ് കിട്ടുകയും ചെയ്യുന്ന ഒരു ബൗളറാണ് അദ്ദേഹം. അതുപോലെ തന്നെ അവസാന നമ്പർ 11 പൊസിഷനിൽ ഷോയബ് ബഷീർ ആയിരിക്കും. അദ്ദേഹം ഓഫ് സ്പിന്നറാണ്. അദ്ദേഹമായിരിക്കും. മറ്റൊരു താരം എന്ന് പറയുന്നത് ഗസ് അറ്റ്കിൻസൺ എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളറുണ്ട്. 140 കിലോമീറ്ററിന് മുകളിൽ ബോൾ ചെയ്യാൻ സാധിക്കുന്ന താരമാണ്. ഇഞ്ചുറി കാരണമാണ് അദ്ദേഹം കളിക്കാതെ. പരിക്കിന്റെ പിടിയിൽ നിന്ന് അദ്ദേഹം മോചിതനായി തിരിച്ചു വന്നിരിക്കുന്നു. അദ്ദേഹം കളിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ഫാന്റസി പിക്ക് എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യശസ്വി ജയ്സ്വാളിനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. മികച്ച ഫോമിലായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത്. ഋഷഭ് പന്തിനെയും ഞാൻ ഉൾപ്പെടുത്തുന്നു. അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏത് പിച്ചിലാണെങ്കിലും ടെസ്റ്റ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ശുഭ്മാൻ ഗില്ലിനെ ഉൾപ്പെടുത്തുന്നു. അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ടീമിൻ്റെ ഒരു ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത്. നല്ല മികച്ച അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ഫോമിലായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത്. ആകാശ് ദീപിനെ ഉൾപ്പെടുത്തുന്നു. ബോൾ നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് സിറാജിനെയും ഉൾപ്പെടുത്തുന്നു. ജസ്പ്രീത് ബുംറയെ നമുക്ക് ആഫ്റ്റർ ഓൾ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ ഈ ടീമിൽ ഉൾപ്പെടുത്തുകയാണ്. അവരുടെ ടീമിലേക്ക് പോകുമ്പോൾ ജോ റൂട്ടിനെ ഞാൻ ഈ ടീമിൽ ഉൾപ്പെടുത്തുകയാണ്. ബെൻ സ്റ്റോക്സിനെയും ഉൾപ്പെടുത്തുന്നു. ബെൻ സ്റ്റോക്സിനെ ഞാൻ അവരുടെ ഈ ഒരു ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഹാരി ബ്രൂക്ക് നല്ല ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുന്നു. ബ്രൈഡൻ കാസിനെയും അതുപോലെ ജോഫ്ര ആർച്ചറിനെയും ഉൾപ്പെടുത്തുകയാണ്. ഈ 2 ഫാസ്റ്റ് ബോളർമാരെ കൂടുതൽ ഫാസ്റ്റ് ബോളർമാരെ
അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫാന്റസി പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ലോർഡ്സിൽ നല്ലപോലെ ബോൾ മൂവ് ചെയ്യാനും നല്ല ഗ്രാസ് ഉള്ള വിക്കറ്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏതായാലും മത്സരം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പരമ്പര 1-1 എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെവലിലായതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ജയിക്കുന്ന ടീമിന് ഡെഫിനറ്റ് ആയിട്ടും ഒരു അപ്പർ ഹാൻഡ് ലഭിക്കും എന്നുള്ളതും മറക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും നല്ല ഒരു മത്സരം കാണാൻ സാധിക്കട്ടെ. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു ക്രിക്കറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റ് കാണുമ്പോൾ നമ്മൾ ആ സ്റ്റേഡിയത്തിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ക്രൗഡിനെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എത്ര മനോഹരമായിട്ടാണ് അവർ ആ ടെസ്റ്റ് ക്രിക്കറ്റ് ആസ്വദിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഏതായാലും നല്ല ഒരു ടെസ്റ്റ് മത്സരം കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.